സംഘി ഗവർണറൊക്കെ കേരളത്തിൽ കിടന്നങ്ങ് നെഗിളിക്കുക. അതൊക്കെ കാണുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാർ ആണോ എന്ന് സംശയം തോന്നുകയാണ്. എന്താണെന്നല്ലേ, കേട്ടിട്ട് വരൂ. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് സർക്കാർ നൽകിയ പട്ടിക തള്ളി വീണ്ടും ഗവർണറുടെ നിയമനം. പുതിയ കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി പി സജിത റാണിയെ നിയമിച്ചു. വിസി സ്ഥാനത്തേക്ക് 3 പേരുടെ പട്ടിക സർക്കാർ നൽകിയിരുന്നു. പടന്നക്കാട് കാർഷിക കോളേജിലെ ഡീനാണ് സജിത റാണി. കേട്ടല്ലോ, സർക്കാർ ഒരു ലിസ്റ്റ് കൊടുത്തു കാർഷിക സർവകലാശാല വിസി ആയിട്ട്. ആ ലിസ്റ്റിൽ നിന്ന് ഒരൊറ്റ മനുഷ്യരെയും പരിഗണിക്കാതെ ഗവർണർ തന്നെ സ്വന്തം ആളെ അങ്ങ് നിയമിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പ്രതിഷേധം ഉയരുന്നതായി നിങ്ങൾ കണ്ടോ നിഷ്കളങ്കരെ? ഞങ്ങൾ അൺഹെൽത്തി പോരാട്ടത്തിനില്ല. എന്ത് ഗവർണർ ചെയ്താലും അതിനെ അതേപടി ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾ തയ്യാറായി നിൽക്കുന്ന വിനീത ദാസന്മാരാണ്, വിനീത വിധേയരാണ്. അതുകൊണ്ട് ഗവർണർ എന്തോ തീരുമാനിച്ചോട്ടെ, അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. അതാണിപ്പോ കേരളത്തിന്റെ അവസ്ഥ. കഴിഞ്ഞ തവണ ഗവർണർ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി രാജേന്ദ്ര ആർലേക്കറെ കേരള യൂണിവേഴ്സിറ്റിക്കകത്തും വഴിയിലൊക്കെ ഇറങ്ങി നിന്ന് SFI പിള്ളേരെ ഗുണ്ടാസ് എന്നൊക്കെ വിളിക്കേണ്ടി വന്നതിന് ശേഷം തീരുമാനം എടുത്ത ഒരിടങ്ങളിലും മര്യാദയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നോക്കൂ, എന്തൊരു സമാധാനപരമാണ്. ഗവർണർ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുമ്പോഴും കമാ ശിവ എന്നൊരു എതിരക്ഷരം മുഴക്കാൻ കേരളത്തിൽ നട്ടലുള്ള ഒരു ഭരണകൂടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. സംഘപരിവാറിനെ ചെറുക്കാൻ വേണ്ടി വർഗീയതയ്ക്കെതിരെ കടുത്ത പോരാട്ടത്തിന് വന്നവരാണ്. ഒരു ഞെരക്കം കൊണ്ടുപോലുള്ള പോരാട്ടം പോലും കാണാനില്ല. മേനോൻ ഇപ്പോ 2 ദിവസം മുന്നേ ഗവർണറെ കാണാൻ പോയതേ ഉള്ളൂ. MG സർവകലാശാലയ്ക്ക് പുറമെ മലയാളം സർവകലാശാലകളിലും കണ്ണൂർ സർവകലാശാലകളിലും കേരള സർവകലാശാലയിലെല്ലാം ചില നിയമനങ്ങൾ നടത്തിയപ്പോൾ മേനോൻ നേരിട്ട് പോയി ഉത്കണ്ഠ രേഖപ്പെടുത്തിയതാണ്. ആ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ട് ഇറങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് കാർഷിക സർവകലാശാലയിലും സ്വന്തം വിസിമാരെ സംഘപരിവാർ അങ്ങ് നിശ്ചയിച്ച് നൽകി. എന്തൊരു വിസ്മയമാണ്! കേരളത്തിലെ ലീഗ് മൂരിക്കുട്ടികളുടെയൊക്കെ അവസ്ഥയാണ്. ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും മൊഴിയടേ എന്ന് പറഞ്ഞു പോവുകയാണ്. ഇത്രയും കാലം പിണറായി വിജയനെ സംഘിച്ചാപ്പകുത്താൻ എന്തൊരു ഉത്സാഹമായിരുന്നു. പക്ഷേ ഇപ്പോ യഥാർത്ഥ സംഘിവൽക്കരണം കണ്ണിന്റെ മുന്നേ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അരങ്ങേറുമ്പോൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ, എന്തിനേറെ പറയുന്നു, ഒരു മുരൾച്ച കൊണ്ടോ പോലും സംഘപരിവാറിനെ വേദനിപ്പിക്കാതെ ഒരു അൺഹെൽത്തി പോരാട്ടത്തിലും ഞങ്ങളില്ല. അവരെന്ത് ചെയ്താലും അത് ഹെൽത്തിയോടുകൂടി ഞങ്ങൾ ഇരു കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുകയാണ്. അങ്ങനെ സംഘികളുടെ പാതാരബിന്ദങ്ങളിൽ കിടന്ന് കേരളത്തിന്റെ സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരണം പൂർത്തിയാക്കുന്ന കാഴ്ച കണ്ടിട്ടും ഒരക്ഷരം ഉരിയാടാത്ത ലീഗ്, ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പികളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം സ്വാഭാവികമായി തോന്നിപ്പോവുകയാണ്.